യുക്രൈന്റെ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഗൾഫിലെത്തിച്ചിരിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമില്ല എന്ന് പറഞ്ഞ പ്രതിരോധ സംവിധാനമാണ് ഗൾഫിലെ US താവളങ്ങളിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത്. യുക്രൈന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവും ഇറാന്റെ ഡ്രോണുകൾ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇത് പ്രതിരോധിക്കാൻ കോടികളാണ് ചെലവ്. റഷ്യയുടേതിന് സമാനമായ ഈ ഡ്രോൺ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദ്യ വേണമെങ്കിൽ നൽകാമെന്ന് യുക്രൈൻ US-നോട് പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല എന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക സംവിധാനങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്നുമായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. പക്ഷേ നിലവിൽ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫിലെ US താവളങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയതായി റോയിട്ടേഴ്സും US മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഴ്ചകളായി സ്കൈമാപ്പ് എന്ന യുക്രൈനിയൻ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോം ഗൾഫിലെ ചില താവളങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്കൈ ഫോർട്രസ് എന്ന യുക്രൈനിയൻ കമ്പനിയാണ് സ്കൈമാപ്പ് വികസിപ്പിച്ചത്. 10,000-ലധികം അക്കോസ്റ്റിക് സെൻസറുകൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം നിലവിൽ യുക്രൈൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ്. യുക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് താവളത്തിലെത്തി അമേരിക്കൻ സൈനികർക്ക് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ പരിശീലനം നൽകുന്നുമുണ്ട്. ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിച്ച് അവയെ തകർക്കാനും സ്കൈമാപ്പ് സഹായിക്കുന്നു. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തുന്ന പശ്ചാത്തലത്തിൽ പെന്റഗൺ ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്നും 300 മുതൽ 600 കിലോമീറ്റർ ദൂരത്തിലാണ് വിവിധ US താവളങ്ങളുള്ളത്. ഇവിടെയുള്ള നിരവധി റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, റഡാറുകൾ എന്നിവ ഇറാൻ ലക്ഷ്യം വെച്ച് നശിപ്പിച്ചത് അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ വിടവുകളെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ പുതിയ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനിടയിൽ ചില പരീക്ഷണ വെല്ലുവിളികളും സൈന്യം നേരിടുന്നുണ്ട്. അടുത്തിടെ നടന്ന ഒരു പരീക്ഷണത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ഇന്റർസെപ്റ്റർ ഡ്രോൺ താവളത്തിലെ ശൗചാലയ ബ്ലോക്കിലേക്ക് ഇടിച്ചു കയറിയതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ ഭീഷണിയുമായി ഇറാൻ സൈനിക കമാൻഡർ രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു. ഇറാന്റെ ശത്രുക്കൾക്ക് ആക്രമണം നടത്താൻ മണ്ണോ സൗകര്യങ്ങളോ വിട്ടു നൽകിയാൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദനത്തോട് എന്നേക്കുമായി വിട പറയാൻ തയ്യാറെടുത്തുകൊള്ളാനാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡറെ ഉദ്ധരിച്ച് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. പേർഷ്യൻ ഗൾഫിലെ ചില രാജ്യങ്ങൾ മുമ്പ് ഇറാന്റെ ശത്രുക്കൾക്ക് താവളമൊരുക്കിയിരുന്നുവെന്നും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ആ രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കി. ഇറാന്റെ ലക്ഷ്യപട്ടികയിൽ ഇനി സൈനിക താവളങ്ങൾ മാത്രമല്ല ഉള്ളതെന്നും മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ നിർണായകമായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നതും അവയുടെ സഖ്യകക്ഷികളുമായ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുമുള്ള ഇറാന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിലും വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. മേഖലയിലെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതിനിടെ ഇറാൻ US സമാധാന ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. US-ന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറാകില്ലെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന് അവരുടെ സമാധാന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിശ്ചയിച്ച ചർച്ചകൾ പൂർത്തിയാക്കാനും വേണ്ടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയത്. എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.